റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ സ്ഥിതി റഷ്യയിലെ ബെൽഗ്രോഡ് മേഖലയിൽ വളരെയധികം മോശമായി മാറിയിട്ടുണ്ട്. ഇത്രയും കാലം സംഭവിച്ചത് റഷ്യ ഉക്രൈനുള്ളിൽ ഒരു വലിയ ഒഫൻസീവ് ഓപ്പറേഷൻ നടത്തും. പകരം ഉക്രൈൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ അതിർത്തിയിൽ ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ വളരെ പരിമിതമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ ഈ സ്ഥിതിഗതികൾ കീഴ്മേൽ മറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. റഷ്യയുടെ ഭാഗങ്ങളിൽ ഉക്രൈൻ ഔദ്യോഗികമായി ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. റഷ്യയുടെ മറ്റൊരു S-300 ഉക്രൈൻ നശിപ്പിച്ചു. മാത്രമല്ല, ഹൈമാസ് ഉപയോഗിച്ച് ബെൽഗ്രോഡ് മേഖലയിൽ ഉക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി വളരെ തീവ്രമായിരുന്നു. അതിനാൽ റഷ്യ ഇപ്പോൾ ഉക്രൈന് പുതിയൊരു മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട്. അതിനു പുറമെ ഉക്രൈന്റെ മിസൈൽ ആക്രമണം തകർക്കാൻ റഷ്യ പുതിയൊരു രഹസ്യ ഡ്രോൺ പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി കാണാം. റഷ്യയുടെ റുസാക് വെഹിക്കിൾ 2 വീക്ക് എയർക്രാഫ്റ്റ് ഡ്രോൺ ഇത് യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാൻ പോകുന്നതായി റഷ്യയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഒരു അറിയിപ്പ് വന്നു. ഇത് സാധാരണ ഒരു ഡ്രോൺ തന്നെയല്ലേ? ഇതിനെന്താണ് ഇത്ര ചെയ്യാൻ കഴിയുക? റഷ്യയുടെ സ്ഥലങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? ഇൻകമിംഗ് മിസൈലുകൾക്കെതിരെ ഇതിന് എങ്ങനെയുള്ള ആക്രമണങ്ങളാണ് ചെയ്യാൻ കഴിയുക? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിനു മുൻപ് ഉക്രൈൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? റഷ്യക്കെതിരെ ഉക്രൈൻ്റെ ആക്രമണം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റഷ്യയുടെ ഭാഗങ്ങൾക്ക് നേരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് ഇപ്പോൾ ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരേ സമയം കോർഡിനേറ്റഡ് ആക്രമണം നടത്തുന്നു. വെറും ഹൈമാസ് ഉപയോഗിച്ച് മാത്രമല്ല, ഉക്രൈൻ നിർമ്മിത ഡ്രോണുകളും പീരങ്കികളും ഉപയോഗിച്ച് അവർ ബെൽഗ്രോഡ് മേഖലയെ ആക്രമിക്കുന്നു. ബെൽഗ്രോഡിനും ഉക്രൈൻ നിയന്ത്രണത്തിലുള്ള റഷ്യൻ അധിനിവേശ പ്രദേശത്തിനും ഇടയിൽ വലിയ ഗ്യാപ്പൊന്നുമില്ല. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ത്രികോണം പോലെയാണ്. റഷ്യൻ അധിനിവേശ പ്രദേശം, അടുത്തത് ബെൽഗ്രോഡ് മേഖല, അടുത്തുള്ളത് ഉക്രൈൻ പ്രദേശം. ഈ 3 സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഉക്രൈൻ കൂടുതൽ ആക്രമണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, കാർഖീവ് ആക്രമണത്തിൽ നിന്നും റഷ്യ ഇതുവരെയും പിന്മാറിയിട്ടില്ല. എത്ര തന്നെ ഉക്രൈൻ ബെൽഗ്രോഡ് മേഖലയിൽ US നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് സമ്മർദ്ദം കൊടുത്താൽ പോലും റഷ്യ ഇപ്പോഴും അവരുടെ കാർഖീവ് ആക്രമണത്തിൽ നിന്നും ഒട്ടും തന്നെ പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോഴും ഫ്രണ്ട് ലൈൻ, അവിടെയുള്ള മൂവ്മെന്റ്സ് വീണ്ടും കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒഴിവാക്കണം. കാരണം ഉക്രൈൻ പട്ടാളക്കാർ ഉൾപ്പെടെ കാർഖീവിൽ നിന്നുള്ള നിരവധി ആളുകൾ ആ ഒരു പ്രദേശത്ത് നിന്നും പിന്മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയാൽ റഷ്യ ആ ഒരു സ്ഥാനം വീണ്ടും കോട്ട കെട്ടി ഉറപ്പിക്കുമെന്ന് ഉക്രൈന് നന്നായി അറിയാം. ഇപ്പോൾ ഉക്രൈൻ ചിന്തിച്ചത് റഷ്യയുടെ വികസിത സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ സൈനികരെ കൊണ്ടുപോയി ഒരുപാട് നഷ്ടം വരുത്താൻ പദ്ധതിയിടാം. ബെൽഗ്രോഡ് മേഖലയിൽ ആക്രമണം നടത്തിയാൽ ഉക്രൈൻ വിജയിക്കും എന്ന് മാത്രമല്ല, റഷ്യയുടെ ശ്രദ്ധ തിരിച്ചുവിടാനും സാധിക്കും. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിന്റെ തുടക്കം മുതലേ ബെൽഗ്രോഡ് എന്ന പേര് ആ നഗരത്തിൽ ഒരു സംസാര വിഷയമായിരുന്നു. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനവും റഷ്യൻ അധിനിവേശ പ്രദേശത്ത് ആവശ്യമായ എല്ലാ ഗതാഗതവും ബെൽഗ്രോഡ് വഴിയാണ് ഉക്രൈനിലേക്ക് വരുന്നത്. ഇതായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. ഇപ്പോൾ ഉക്രൈൻ ചെയ്തത് ഈ ബെൽഗ്രോഡ് മേഖലയെ ലക്ഷ്യം വച്ചാൽ അതുവഴി റഷ്യയ്ക്ക് ഒരുപാട് നഷ്ടമുണ്ടാക്കാം. റഷ്യയിൽ റഷ്യൻ വിരുദ്ധ വികാരം സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കും. ഒറ്റക്കല്ലിൽ 3 മാങ്ങ എന്ന രീതി. കാർഖീവ് ആക്രമണം കൊലാപ്സ് ചെയ്യാം, റഷ്യ ആക്രമിക്കാം, റഷ്യയ്ക്ക് എതിരെയുള്ള ആളുകളുടെ എണ്ണം റഷ്യയ്ക്കുള്ളിൽ തന്നെ വർദ്ധിപ്പിക്കാം. ഒരു ആസൂത്രിതമായ ആക്രമണം എന്ന നിലയിലാണ് ഉക്രൈൻ ഇത് ചെയ്യുന്നത്. അമേരിക്കൻ ഉപകരണങ്ങളാണ് ഉക്രൈൻ ഇതിനായി ഉപയോഗിക്കുന്നുവെന്നുള്ളതും ഏറെ ആശ്ചര്യകരമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനായി തിരച്ചിൽ നടത്തുകയാണ്. ഇതിൽ ഉക്രൈൻ ഭാഗികമായി വിജയിക്കുകയും ചെയ്തു. ഉക്രൈൻ ഇതെല്ലാം ഇപ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, മുൻപ് ചെയ്ത ഒരു തെറ്റിൽ നിന്നും അവരിപ്പോൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ഉക്രൈൻ ചെയ്തത് ഒരിടത്തു നിന്ന് വൻ ആക്രമണം നടത്തും. ഒരു സ്ഥലത്ത് നിന്ന് 4-5 കിലോമീറ്റർ അകലെ നിന്ന് അവരുടെ വലിയ തോതിലുള്ള പീരങ്കി യൂണിറ്റുകളും MLR സംവിധാനങ്ങളും ഉപയോഗിച്ച് വളരെ ചെറിയൊരു പ്രദേശത്തു നിന്നും വലിയൊരു ആക്രമണം നടത്തും. റഷ്യ വീണ്ടും പ്രത്യാക്രമണം നടത്തിയാൽ ഉക്രൈന് കനത്ത നഷ്ടവും നേരിടേണ്ടി വരും. കൂടാതെ റഷ്യയുടെ ഡ്രോണുകൾ ഇതിനകം ഉക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുകളിലൂടെ പറക്കുന്നുണ്ട്. ഉക്രൈൻ്റെ സ്ഥാനങ്ങൾ എവിടെയാണെന്ന് റഷ്യ എളുപ്പത്തിൽ കണ്ടെത്തുകയും അവരെ ആക്രമിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് വൻ ആക്രമണം അഴിച്ചുവിടുന്നതിന് പകരം ബെൽഗ്രോഡിന്റെ എതിർദിശയിൽ നിന്ന് U ആകൃതിയിലുള്ള ഒരു രൂപീകരണം ഉക്രൈൻ സൃഷ്ടിച്ചു. ബെൽഗ്രോഡ് മേഖലയിൽ മാത്രമായിരിക്കും തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നവർ വ്യക്തമാക്കുന്ന രീതിയിൽ ഹൈമാസ് യൂണിറ്റുകൾ അവർ നിർത്തി. റഷ്യയുടെ വ്യോമാക്രമണവും മിസൈൽ ആക്രമണവും തടയാൻ ഒരു ബാക്കപ്പ് എന്ന നിലയിൽ അവരുടെ S-300 വ്യോമ പ്രതിരോധ സംവിധാനവും അവിടെ നിർത്തി. ഉക്രൈൻ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ തിരിച്ചടിയായി റഷ്യ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അതിനെ പ്രതിരോധിക്കാൻ ഉക്രൈൻ വളരെ സമർത്ഥമായി ഈ ഒരു പദ്ധതി ഇട്ടു.
ഈ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ബെൽഗറോഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖലയിൽ റഷ്യ വളരെ ശ്രദ്ധാലുവാണ്. കാരണം ഇനിയും അവർക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു വാശി അവർക്കുണ്ട്. ഇപ്പോൾ ഈ ഒരു യുദ്ധം ബെൽഗറോഡ് മേഖലയിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ മേഖലയിൽ ഡ്രോണുകളുടെ ജോലി എന്നുള്ളത് വളരെ പ്രധാനമാണ്. 3 വിഭാഗങ്ങളായാണ് ഡ്രോൺ വിക്ഷേപിക്കുക എന്ന് റഷ്യ ഒരു അറിയിപ്പ് കൊടുത്തു. ഡ്രോണുകളുടെ ആദ്യ വിഭാഗം ടാർഗറ്റ് ഡ്രോണുകളായിരിക്കും. അത് ഉള്ളിൽ പോയി ആക്രമിക്കാൻ കഴിയും. രണ്ടാമത്തെ വിഭാഗം ഡീകോയ് ഡ്രോണുകളും മൂന്നാമത്തേത് ജാമിംഗ് ഡ്രോണുകളുമായിരിക്കും. സ്വീസൈഡ് ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ഈ ടാർഗറ്റഡ് ഡ്രോണുകളായിരിക്കും ആദ്യ വിഭാഗം. ഈ ഡ്രോണുകൾ സാധാരണ ഒരു ഡ്രോൺ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യും. എന്നാൽ അടുത്ത 2 തരം ഡ്രോണുകൾ റഷ്യയുടെ ആസ്തികളെ സംരക്ഷിക്കും. ഉക്രൈനിൽ നിന്ന് ഒരു മിസൈൽ വന്നാൽ അതിനെ 3 തരത്തിൽ തടയാൻ കഴിയും. ആദ്യം അതിനെ അവരുടെ ഇന്റർസെപ്റ്റർ മിസൈൽ വെച്ച് വെടിവെക്കാനും അതിനെ തടസ്സപ്പെടുത്താനും കഴിയും. രണ്ടാമതായി ഡീകോയ് മിസൈലുകൾ വിക്ഷേപിച്ച് അതിന്റെ ടാർഗറ്റിന് തെറ്റായ ഇൻഫോർമേഷൻ കൊടുത്ത് ഇതാണ് ടാർഗറ്റ് എന്ന് ആ ഒരു മിസൈലിനെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വസിപ്പിച്ച് വീഴ്ത്തും. മൂന്നാമതായി ഇലക്ട്രോണിക് വാർഫെയർ സോഴ്സ്. മിസൈലിന്റെ സിഗ്നലുകളെ ആശയക്കുഴപ്പത്തിലാക്കാനും അത് വീഴ്ത്താനും ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് യൂസ് ചെയ്യാം. വർഷങ്ങളായി റഷ്യ ചെയ്യുന്നതും ഇതാണ്. ഗ്രൗണ്ട് അധിഷ്ഠിത ലോഞ്ചറുകളും ഗ്രൗണ്ട് അധിഷ്ഠിത ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളും ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഡ്രോണുകൾ ഈ ജോലികളെല്ലാം ചെയ്യാൻ പോകുന്നു. മിസൈലിന്റെ ലക്ഷ്യത്തെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഡീകോയ് ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ പോകുന്നു. ആക്റ്റീവ് ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റായും ഈ ഡ്രോൺ പ്രവർത്തിക്കും. ഇതുവഴി അകത്തേക്ക് വരുന്ന മിസൈലിന്റെ GPS സിഗ്നലുകൾ പ്രവർത്തനരഹിതമാക്കാൻ കഴിയുമെന്നും റഷ്യ പ്രഖ്യാപിച്ചു. അവർ പറഞ്ഞ മറ്റൊരു കാര്യം, യുദ്ധകാലത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഡ്രോണുകൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതുവഴി ഉക്രൈന് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുമെന്നും റഷ്യ അറിയിച്ചു. എങ്ങനെയായാലും US-ന്റെ അംഗീകാരം ലഭിച്ചതിന് ശേഷം ആ ഒരു യുദ്ധഭൂമി തന്നെ മുഴുവനായും മാറ്റപ്പെട്ടിരിക്കുന്നു. റഷ്യ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഇനി റഷ്യ എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ചും റഷ്യയ്ക്ക് അതിർത്തിക്കുള്ളിലാണ് ഇപ്പോൾ ഉക്രൈൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ഡ്രോണുകൾ റഷ്യയ്ക്ക് എങ്ങനെയെങ്കിലും ഗുണം ചെയ്യുമോ, അതോ ഉക്രൈൻ അതും കൈകാര്യം ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.